അപ്പം നമ്മുടെ ഈ വനത്തിനകത്തുള്ള ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നു. ആ ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് വനമേഖലകളിൽ നിന്നുള്ള പിന്നെ ഈ വന്യജീവികളുടെ കുടിയേറ്റം. അതിന് നമുക്കൊരു വഴിയുണ്ടോ? നമുക്കതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഈ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വനവും ആ വനമേഖലയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായി ജനവാസ മേഖലയെ സംരക്ഷിക്കുന്നതാണ്. ഇവിടെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിക്കേ. ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, തൊഴിലാളികൾ ആയിട്ടുള്ള ആളുകൾ, അല്ലേ, വിറക് പെറുക്കാൻ പോകുന്നവർ, പുല്ല് ചെത്താൻ പോകുന്നവർ, ഈ രീതിയിൽ താഴേത്തട്ടിൽ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴേത്തട്ടിലുള്ള ആളുകളാണ് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തിൽ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഭാഗത്തോട് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്? അതും ഒരു പ്രശ്നമല്ലേ? കാരണം വെച്ചാൽ ഇവിടെ ഒരു ഇടത്തരക്കാർ മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഈ സൊസൈറ്റി പ്രതികരിക്കുന്ന രീതി, ഒരു സ്റ്റേറ്റ് പ്രതികരിക്കുന്ന രീതി ഇതൊക്കെയാണോ? അപ്പോൾ ഇതിനകത്തൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നവുമുണ്ട്. ഈ മനുഷ്യരെല്ലാം അവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു അപ്രോച്ചും നമുക്കില്ല. അപ്പം അങ്ങേയറ്റം എന്താ പറയുക, വളരെ വളരെ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ച് ഈ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ട്രെഞ്ചിങ് എന്ന് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ പെട്ടെന്ന് പറയും, ഫെൻസിങ് ചെയ്യുമെന്ന് പറയും. അതേപോലെ തന്നെ മറ്റേ ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തുമെന്ന് പറയും, കിടങ്ങുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയും, മതിലുകൾ കെട്ടി ഉയർത്തുന്നു എന്ന് പറയും. എവിടെ എന്ത് നടക്കുന്നു?